നമസ്കാരം. ഇന്ത്യയുടെ വിദേശ നയത്തിലും പ്രതിരോധ നയത്തിലും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിന്റെ ആത്മവിശ്വാസവും ആഗോള മൈത്രിയും ഉയർന്നു എന്നതാണ്. ലോകം ഇന്ന് ഇന്ത്യയെ കേൾക്കുന്നു, മാനിക്കുന്നു, വിശ്വസിക്കുന്നു. ഈ മാറ്റം പ്രാഥമികമായി പ്രകാശിപ്പിക്കുന്ന ഒന്നാണ് തെക്കേഷ്യൻ മേഖലയിൽ ഇന്ത്യ നേടിയ സ്ട്രാറ്റജിക് മേൽക്കോയ്മ. ഈ മേഖലയിൽ ഏതെങ്കിലും രാഷ്ട്രീയ ചലനം ഉണ്ടായാൽ അതിന്റെ പ്രതിഫലനം നേരിട്ട് ഇന്ത്യയുടെ നിലപാടിലേക്ക് ശ്രദ്ധ കൊടുക്കുന്ന അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇതിന്റെ കൃത്യമായ ഉദാഹരണമാണ് പാകിസ്ഥാനിലെ നിലവിലെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ. പ്രതിരോധ സേനാ മേധാവിയായുള്ള അസീം മുനീറിന്റെ സ്ഥാനാരോഹണത്തിന് മുൻപേ പാക് പ്രധാനമന്ത്രി രാജ്യം വിട്ടതായി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യയെ പേടിച്ചിട്ട് അസീം മുനീർ പേടിച്ച് മാളത്തിൽ ഒളിച്ചതാണ് എന്ന് വ്യക്തമായി പറയാൻ കഴിയും. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ പാകിസ്ഥാനിലെ നിലവിലെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾ വിരൽ ചൂണ്ടുന്നത് സമ്പൂർണ്ണ നാശത്തിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പണി കിട്ടുന്നതിന് മുൻപ് ഓടി ഒളിച്ചതാണ് എന്നും വിലയിരുത്താം. പാകിസ്ഥാനിലെ ആദ്യ പ്രതിരോധ സേനാ മേധാവിയായി അസീം മുനീറിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കാനിരിക്കെയാണ് ഷഹബാസ് ഷെരീഫ് രാജ്യത്ത് നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കരസേനാ മേധാവിയുടെ കാലാവധി അവസാനിച്ചതോടെ പാക് സൈന്യം വൻ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. നിലവിൽ സൈനിക മേധാവി ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന് കീഴിൽ വരുന്ന ആണവ കമാൻഡ് അതോറിറ്റിക്ക് പോലും നേതൃത്വമില്ലാത്ത അവസ്ഥയാണ് നിലവിൽ പാകിസ്ഥാൻ അഭിമുഖീകരിക്കുന്നത്. പാകിസ്ഥാനിൽ സൈനിക തലത്തിലുള്ള നിയമനങ്ങൾ നടക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി രാജ്യത്തിന് പുറത്താണ് എന്നതൊരു സാധാരണ സംഭവം പോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുവെങ്കിലും അതിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയവും സുരക്ഷാപരമായ അസ്ഥിരതയും വളരെ ദൈർഘ്യമേറിയതാണ്. പാകിസ്ഥാനിലെ ഏകാധിപത്യ സ്വഭാവമുള്ള സൈനിക ശക്തി തന്നെ എല്ലാ ഭരണഘടനാ തീരുമാനങ്ങളും നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ ഒരു പ്രധാനമന്ത്രി രാജ്യത്തിന് പുറത്തു നിൽക്കുന്നത് അതിന്റെ ഹൃദയഭാഗത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഇന്ത്യയുടെ ഉയർന്നു വരുന്ന ശക്തിയും ആഗോള വേദികളിലെ മോദി സർക്കാരിന്റെ ഉറച്ച സ്വാധീനവും ഈ അനിശ്ചിതത്വത്തിന് പിറകിൽ പ്രവർത്തിക്കുന്ന വലിയ ഘടകങ്ങളാണ് എന്ന് പറയേണ്ടി വരും. ഇന്ന് ഇന്ത്യ യാതൊരു വിവേചനവും ഇല്ലാതെ ലോക ശക്തികളുമായി സഹകരിച്ചു നിൽക്കുകയാണ്. യുഎസുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ഗൾഫ് രാജ്യങ്ങളുമായും ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരുമായും ഉണ്ടായിരിക്കുന്ന ബന്ധം ഇന്ത്യയുടെ സുരക്ഷാ ആർത്ഥിക തലപ്പത്തി ഉയർത്തി നിൽക്കുന്ന ഒന്നാണ്. ഇതിന് നേരെ പാകിസ്ഥാന്റെ സ്ഥിതി നോക്കുമ്പോൾ ലോകത്തെ ഒരു സൂക്ഷ്മ നിരീക്ഷകനായാലും അതിന്റെ കരുത്ത് എത്രത്തോളം കുറഞ്ഞുവെന്ന് വ്യക്തമാകും. രാജ്യത്തിന്റെ സാമ്പത്തിക ദൗർബല്യവും വിദേശ നയത്തിലെ പരാജയങ്ങളും സൈന്യത്തിന്റെയും സർക്കാരിന്റെയും തമ്മിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങളും പാകിസ്ഥാനെ പരാജിതമായ ഒരു രാഷ്ട്രീയ സംവിധാനമായി തള്ളിക്കളയുകയാണ് ഈ അവസരത്തിൽ. മോദി സർക്കാരിന്റെ ശക്തമായ പ്രതിരോധ നിലപാടും ഭീകരതയ്ക്കെതിരെ എടുത്തിട്ടുള്ള ഉറച്ച നിലപാടുകളും പാകിസ്ഥാനെ ഭയപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഭീകര സംഘടനകൾക്ക് താങ്ങും തണലുമായിരുന്ന കാലം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇടപെടലിൽ തകർന്നു വീണു. ലോക സമൂഹം തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഭീകരതയുടെ ഉറവിടം തെക്കേഷ്യയിലെ ഒരു പ്രത്യേക വേദിയിലാണ്, അത് പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാനെ രക്ഷിക്കാൻ തന്ത്രപരമായ കൂട്ടുകെട്ടുകൾ എന്ന് അവർ തന്നെ പറഞ്ഞിരുന്ന അതേ അന്താരാഷ്ട്ര ശക്തികൾക്ക് പോലും ഇപ്പോൾ താല്പര്യമില്ല പാകിസ്ഥാനെ രക്ഷിക്കാൻ. ഈ മാറിയ ലോക നിലപാടിനും ഇന്ത്യയുടെ വാക്ക് അർത്ഥവത്താകുന്നതിനും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് വ്യക്തമായ ഒരു ദിശാബോധമാണ്. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ അഭാവം, അതും സൈനിക നിയമനം നടക്കുന്ന സമയത്ത്, ലോകത്തിനു നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. രാജ്യത്തിന്റെ ഭരണ നടത്തിപ്പ് സർക്കാരിന്റെ കൈകളിൽ അല്ല എന്ന്. ഒരു പ്രധാനമന്ത്രി സ്വന്തം രാജ്യത്തിന്റെ ഏറ്റവും നിർണായക തീരുമാനമെടുക്കുന്ന നിമിഷത്തിൽ പോലും രാജ്യത്തിന് പുറത്തു നിൽക്കുന്നത് സാധാരണക്കാരിയുമായി ചിത്രീകരിക്കാനാവില്ല. ഇതിനു പിന്നിലെ രാഷ്ട്രീയ ഭയങ്ങളും അവശതകളും രാജ്യാന്തര സമ്മർദ്ദങ്ങളും ദൗർബല്യങ്ങളും എല്ലാം തന്നെ വ്യക്തമാകുന്നു. മറുവശത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര വേദികളിൽ ആരും അവഗണിക്കാനാകാത്ത വ്യക്തിത്വമായി നിലകൊള്ളുകയാണ് ഇപ്പോഴും. ലോക നേതാക്കൾ അദ്ദേഹത്തോട് കൂടിക്കാഴ്ചകൾ ആഗ്രഹിക്കുന്നു, ഇന്ത്യയുടെ നിലപാടുകൾ കേൾക്കുന്നു, വിശ്വസിക്കുന്നു. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയും അധികാരം കൈവശപ്പെടുത്താനുള്ള സൈനിക രാഷ്ട്രീയ സംഘർഷങ്ങളും ഈ രാഷ്ട്രത്തെ വളരെ പിന്നിലേക്ക് പിന്തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ പുറത്തായിരിക്കുന്നു എന്നത് ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഭരണകൂടത്തിന് ആത്മവിശ്വാസമില്ല എന്ന്. ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാരിന്റെ വിജയം കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത്. ഇന്ത്യയുടെ ഉയർച്ച ലോകം നോക്കിക്കാണുന്ന നിമിഷത്തിൽ പാകിസ്ഥാന്റെ നേതാക്കൾക്ക് സ്വന്തം രാജ്യത്തിനുള്ളിലെ സിസ്റ്റത്തെ പോലും ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യൻ നയതന്ത്രം ലോകമെമ്പാടും ശക്തമായി നിലകൊള്ളുമ്പോൾ തെക്കേഷ്യയിലെ ഏതൊരു സർക്കാരിനും മോദി സർക്കാരിന്റെ നിലപാട് അവഗണിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്ത്യയുടെ ശക്തമായ ദൗത്യം, ഉറച്ച നയതന്ത്രം, ദേശീയ സുരക്ഷാ പ്രാധാന്യം എന്നിവ ഇന്ന് ഈ മേഖലയിലെ ബാലൻസ് തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന രാഷ്ട്രീയ ഭരണ പ്രതിസന്ധിയും സൈനിക ദുർബലതയും അതിന്റെ പരാജയ ഭീതി വ്യക്തമാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ.